നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ ന്യൂസ്. സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് റബ്ബർ വില. രാജ്യാന്തര വിലയിലുള്ള മാറ്റത്തോടുകൂടി കേരളത്തിലെ ആഭ്യന്തര വിലയിലും മാറ്റം വരികയാണ്. കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ 17-ന് RSS വില കിലോഗ്രാമിന് 276 രൂപയിലാണ് എത്തിയത്. അതിനുശേഷം 268-ലേക്ക് ഇടിഞ്ഞ റബ്ബർ വില വീണ്ടും ഉയരുകയായിരുന്നു. ഇപ്പോൾ പ്രധാന മാർക്കറ്റിലെ ചരക്ക് ക്ഷാമമാണ് ഈ വിലവർധനയ്ക്ക് കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ പ്രധാന ഉൽപ്പാദന രാജ്യങ്ങളായ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉൽപ്പാദനത്തിലെ കുറവ് കാരണമാണ് രാജ്യാന്തര വില ഉയരുന്നതും മറ്റും കാരണമായത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇതിന് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാര്യം അതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഈ റബ്ബർ കർഷകർക്ക് കാര്യം അനുകൂലമായ സാഹചര്യം ഉണ്ട് മാത്രമേ ദിവസേന അല്ലെങ്കിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യാൻ നടക്കത്തുള്ളൂ. ആഴ്ച രാജ്യാന്തര വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 290 രൂപ 64, RSS 2 288 രൂപ 93, RSS 5 286 രൂപ 8 പൈസയാണ് രാജ്യാന്തര വിലയിൽ ഓടിയത്. എന്തായാലും കർഷകർക്ക് അനുകൂലമായി ഇനി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉടനെ റബ്ബർ ബോർഡ് ആസ്ഥാനത്തെത്തും. ഇപ്പോൾ മലയാളിയാണ് P. ഹരി റബ്ബർ ബോർഡിൻ്റെ ചെയർമാനൊക്കെ. അതുകൊണ്ട് നമുക്കും ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള വളരെ പ്രതീക്ഷയിലാണ് നമ്മളും മലയാളികൾ. അതേസമയം ഒട്ടുപാലം നമ്മുടെ കേരളത്തിൽ വ്യാപാരി വിലയിൽ നല്ല വർധനമുണ്ട്. സഹ്യാദ്രി റബ്ബേഴ്സ് ഒട്ടുപാലിൻ്റെ വില ഇപ്പോൾ അവരെടുക്കുന്നത് 153 മുതൽ 167. അത് ഉണക്കനുസരിച്ചാണ് നല്ല വില കിട്ടുന്നത്. സഹ്യാദ്രി റബ്ബേഴ്സിൻ്റെ വ്യാപാരി വില നോക്കുമ്പോൾ RSS 4 കിലോ 274, RSS 5 കിലോ 269, ലോട്ട് 228 മുതൽ 224. ഒട്ടുപാൽ നോക്കുമ്പോൾ 153 മുതൽ 167 രൂപയാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വില. നിങ്ങളുടെ അടുത്ത് മാരകമായ അസുഖങ്ങൾ വന്ന് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചികിത്സാ ധനസഹായത്തിന് അപേക്ഷിക്കാം. ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ച് കടുത്ത ചികിത്സാ ചെലവുകൾ കാരണം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസമേകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതാണ്. ഇതിനായി രോഗിയുടെ അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി വേണം കൊടുക്കാൻ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ ഒപ്പിട്ട സഹിതം, രോഗിയുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, IFSC കോഡ് ഉൾപ്പെടെ കൊടുക്കണം. ഒപ്പം മൊബൈൽ നമ്പരും. ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചാൽ അവർ വെരിഫൈ ചെയ്ത് അതിൻ്റെ വേണ്ട രീതി നടപടി കൈക്കൊള്ളും. അർഹരായ ആളുകളിലേക്ക് ഈ വിവരം എത്തിക്കുക എന്നത് നമ്മുടെയും കടമയാണ്. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി.